നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. ക്രൈസ്തവ കൺവെൻഷനുകളിലും വിവിധ സഭകളുടെ പരിപാടികളിലും നിറഞ്ഞ സാന്നിധ്യമായി മാറിക്കൊണ്ടിരുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് അടുത്ത കാലത്തേറ്റ ഏറ്റവും വലിയ നാണക്കേടാണ് മാരാമൻ കൺവെൻഷനിൽ നിന്നുള്ള ഒഴിവാക്കപ്പെടൽ. യഥാർത്ഥത്തിൽ വി.ഡി. സതീശനെ സഭാ നേതൃത്വം ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നില്ല എന്നാണ് തിരുവല്ല മീഡിയയുടെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. മാരാമൻ കൺവെൻഷന്റെ ഭാഗമായുള്ള യുവവേദിയിലേക്കാണ് സതീഷിനെ ക്ഷണിക്കാനുള്ള ആലോചന ഉണ്ടായത്. സഭയുടെ യുവജന വിഭാഗമായ മാർത്തോമ യുവജന സഖ്യമാണ് യുവവേദിയുടെ സംഘാടകർ. സതീശന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഡേറ്റ് നോക്കുകയും യുവവേദി ദിവസം സംബന്ധിക്കുന്നതിന് സതീശന് മറ്റ് തടസ്സങ്ങളില്ലെന്ന് സഖ്യം ഭാരവാഹികൾ മനസ്സിലാക്കുകയും ചെയ്തു. എന്നാൽ വാർത്ത ലീക്കാവുകയും ഓൺലൈൻ മാധ്യമങ്ങളിലടക്കം സതീശൻ മാരാമണ്ണിലേക്കെന്ന് വളരെ പ്രാധാന്യത്തോടെ വാർത്ത വരികയുമുണ്ടായി. ഇതോടെയാണ് സംഭവം വിവാദമാകുന്നത്. സഭാ നേതൃത്വത്തോടു കൂടി ആലോചിക്കാതെയാണ് ചിലർ ഇത്തരമൊരു തീരുമാനം എടുത്തതെന്നും ഒരു കാരണവശാലും സതീഷിനെ പങ്കെടുപ്പിക്കില്ലെന്നും വലിയൊരു വിഭാഗം നിലപാടെടുത്തു. തുടക്കത്തിൽ സഭയിലെ ഇടതുപക്ഷ അനുഭാവികളായിരുന്നു ഈ തീരുമാനത്തിന് പിന്നിലെങ്കിലും വിവാദം ആളിക്കത്തിച്ചത് സഭയിലെ കോൺഗ്രസുകാർ തന്നെയായിരുന്നു. ഇടതുപക്ഷ അനുഭാവികളെ മുന്നിൽ നിർത്തി ചരട് വലിച്ചത് കോൺഗ്രസ് നേതാക്കൾ തന്നെ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുളയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന DCCയിലെ ഒരു പ്രമുഖ നേതാവാണ് സതീഷിനെ വെട്ടിയതിന് പിന്നിലെന്നാണ് ലഭിക്കുന്ന വിവരം. ആറന്മുള സീറ്റ് കിട്ടിയില്ലെങ്കിൽ റാന്നിയോ അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ കൈവശം തിരുവല്ലയിലോ എങ്കിലും മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. DCCയിൽ വലിയ പിടിയാണെങ്കിലും സഭാ നേതൃത്വത്തിൽ അത്ര കണ്ട സ്വാധീനം ഇദ്ദേഹത്തിനില്ല എന്നതാണ് നഗ്നസത്യം. അതുകൊണ്ട് തന്നെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് രഹസ്യമായി പറഞ്ഞ് സഭാ പൊളിറ്റിക്സിൽ ഇടപെടുന്ന സഭയിൽ അത്യാവശ്യം പിടിപാടുള്ള ഒരു കുട്ടി നേതാവിനെയാണ് അദ്ദേഹം ഇതിനായി ആശ്രയിക്കുന്നത്. DCC നേതൃത്വത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഇരുവരും ചേർന്നുള്ള കളിയാണ് സതീശന്റെ പുറത്താക്കലിന് ഇപ്പോൾ കാരണമായിരിക്കുന്നത്. ഇതിന് ചുക്കാൻ പിടിച്ച നേതാവ് കടുത്ത ചെന്നിത്തല പക്ഷക്കാരനാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സതീശൻ തന്നെ വെട്ടുമോ എന്ന പേടിയും ഇദ്ദേഹത്തിനുണ്ട്. ആറന്മുള സീറ്റ് സ്വപ്നം കാണുന്ന ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പേടി സ്വപ്നം രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. രാഹുൽ പാലക്കാട് മത്സരിച്ച് MLA ആയതോടെ സീറ്റ് തനിക്ക് തന്നെ എന്ന് ഉറച്ച ആത്മവിശ്വാസത്തിലാണ് നേതാവ്. പക്ഷേ പത്തനംതിട്ട ജില്ലയ്ക്ക് പുറത്ത് ഒരു സ്വാധീനവും ഇദ്ദേഹത്തിന് ഇല്ല എന്നതാണ് ഏറ്റവും വലിയ ന്യൂനത. ഒരുപക്ഷെ ചെന്നിത്തല തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവെങ്കിൽ സീറ്റ് ഉറപ്പിക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ചെന്നിത്തല സതീശൻ ഗ്രൂപ്പ് പോരിന്റെ ബാക്കി പത്രം തന്നെയാണ് ഈ സംഭവം എന്നതിൽ സംശയമില്ല. ഒരേ സമയം NSSന്റെയും SNDPയുടെയും പിന്തുണ കിട്ടുക വഴി പാർട്ടിയിൽ ചെന്നിത്തല ശക്തനായി മാറിയിരുന്നു. ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കാൻ ക്രൈസ്തവ സഭകൾക്ക് താല്പര്യമുള്ള ആളാണ് സതീശൻ എന്ന ഇമേജ് സൃഷ്ടിക്കാൻ സതീശൻ ക്യാമ്പ് നന്നെ പണിയെടുത്തിരുന്നു. ആ PR വർക്കിന്റെ കടക്കിലാണ് ഇപ്പോൾ കത്തി വീണിരിക്കുന്നത്. ക്രൈസ്തവ സഭകളുടെ ഈറ്റില്ലമായ മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ള നേതാവാണ് ചെന്നിത്തല. പൊതുവെ സഭാ നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ചെന്നിത്തലയോട് പ്രത്യേക താല്പര്യം സഭാ നേതൃത്വത്തിനുമുണ്ട്. ഈ സ്പേസിലേക്ക് കടന്നു കയറാൻ സതീശൻ ഇനി മൂക്കണമെന്ന് സാരം. സഭാവിശ്വാസികൾക്കും സതീഷിനേക്കാൾ താല്പര്യം ചെന്നിത്തലയോട് തന്നെയാണ്. എന്തായാലും മാരാമൻ കൺവെൻഷനിൽ നിന്ന് സതീശന്റെ പേര് വെട്ടിയത് സഭയിലെ കോൺഗ്രസുകാരുടെ കളിയാണെങ്കിലും നല്ല കാര്യമാണ് ചെയ്തതെന്നാണ് വിശ്വാസികളുടെ നിലപാട്. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.